നമുക്ക് ഈ വീഡിയോ കൂടെ തീറ്റ ചെലവ് ലവ് ബേഡ്സിൻ്റെ എങ്ങനെ ലാഭിക്കാൻ നോക്കാം. തേനയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. അപ്പം നമുക്ക് തീറ്റ ചെലവ് കിളികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്തിട്ട് തന്നെ നമുക്ക് തീറ്റ ചെലവ് ലാഭിക്കാം. അപ്പം നമുക്ക് തുളസിയില, പനിക്കൂർക്കയില അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് തീറ്റ ചെലവ് ലാഭിക്കാം. തുളസിയില കൊടുക്കേണ്ടത് വളരെ നല്ലതാണ്. നല്ല പ്രതിരോധ ശക്തി കിട്ടും. അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ചത്, പിന്നെ മല്ലിയില ഇടയ്ക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ തേന നമ്മൾ താഴ്ത്ത് വീഴുമ്പോൾ കുറച്ചൊക്കെ മുളയ്ക്കും. അതിൻ്റെ ഗ്രാസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൊടുക്കാം. അതും കിളികൾക്ക് ഇഷ്ടം. അപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്തിട്ട് തന്നെ നമുക്ക് തേനേര കൊടുക്കൽ കുറയ്ക്കാം. അപ്പോൾ അതുപോലെ കിളികൾക്ക് ഇഷ്ടാവും ചെയ്യും, നമ്മളോട് നല്ലോണം ഇണങ്ങും ചെയ്യും. കിളികൾക്കൊക്കെ നല്ലോണം പ്രതിരോധ ശക്തി വരേണ്ടതാണ്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയം വെച്ചാൽ നമുക്ക് റസ്കൊക്കെ വെള്ളത്തിൽ കുതിർത്തിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ ഭക്ഷണങ്ങൾ മാറ്റി മാറ്റി കൊടുത്ത് കിളികൾക്ക് നമ്മളായിട്ട് ഇണക്കും ചെയ്യാം. അതിൽ കൂടെ തന്നെ തീറ്റ ചെലവ് ലാഭിക്കാം. അപ്പോൾ കിളികൾ വളർത്തേണ്ടത് അപ്പം നമുക്ക് ഭാരമാവില്ല, നമുക്കൊരു വരുമാന മാർഗം കൂടിയായി കിട്ടും. ഡെയിലി നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെ വല്ല രോഗം വരുന്നുണ്ടോ, അതുപോലെ കിളികൾക്ക് ഇടയ്ക്ക് വരുന്നത് ലൂസ് മോഷൻ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ കിളികളുടെ ബാക്ക് ഭാഗം കണ്ടറിയാം, അതുപോലെ ഇങ്ങനെ ഒരു ഒലിച്ച പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് നോക്കിയാൽ നമുക്കറിയാം കിളികൾക്ക് രോഗമുണ്ടോ. അതുപോലെ കിളികളുടെ ഇരിപ്പ് കണ്ടറിയാം. ആരോഗ്യശക്തി ഇല്ലാത്തതിനെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ലൂസ് മോഷനൊക്കെ ഉണ്ടെങ്കിൽ കിളികൾക്ക് ഇലഭക്ഷണം കൊടുക്കുന്നത് നിർത്തണം. പിന്നെ തന്നെ കൊടുക്കണം, മരുന്ന് കൊടുക്കണം. അതോടുകൂടിയിട്ട് ഇലഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. അപ്പോൾ അല്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ചത്തുപോകും, പെട്ടെന്ന് തന്നെ ആ ബോഡി വീക്കാവും. അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലാണ് ഇലഭക്ഷണമൊക്കെ ധാരാളമായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്കര ഇലയുടെ തണ്ടും അതുപോലെ തുളസിയുടെ ഇലയുടെ തണ്ടൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കടിച്ചിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ കുറച്ച് തണ്ടും കൂടി, ഇളം തണ്ട് കൂടി അതിൽ പെടണം. അപ്പോൾ അവരത് കടിച്ച് അങ്ങനെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തീറ്റ ചെലവ് ലാഭിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.